കീമിയ ഉസാദത്തി, കെമിസ്ട്രി ഓഫ് ദി ഹാപ്പിനെസ്, സന്തോഷത്തിൻ്റെ കെമിസ്ട്രി. അലം യഅ്നിലക അൻ തഅരിഫ ഹഖീഖത മൻ അൻത, നീ ആരാണ് എന്ന യാഥാർത്ഥ്യം അറിയാൻ നിനക്ക് സമയമായില്ലേ? അലം യഅ്നിലക, നിനക്ക് സമയമായില്ലേ? ആന എന്ന് പറഞ്ഞാൽ സമയമായി. അലം യഅ്നിലക അൻ തഅരിഫ ഖുദ്റാതിക ലാ മഹദൂദ, പരിധികളില്ലാത്ത നിന്റെ കഴിവുകളെ കുറിച്ചറിയാൻ നിനക്ക് സമയമായില്ലേ? അലം യഅ്നിലക അൻ തകുഫ അനി ശക്വ വല്ലൗമി വന്നഖദി വൽ മുഖാറനത്തി, താരതമ്യപ്പെടുത്തുന്നതും വിമർശിക്കുന്നതും ആക്ഷേപിക്കുന്നതും വേവലാതി പറയുന്നതുമൊക്കെ നിർത്താൻ സമയമായില്ലേ? അലം യഅ്നിലക ലികൈ തുഹഖിഖ അഹ്ദാഫക, നിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ നിനക്ക് സമയമായില്ലേ? വ തബ്നിയ മുസ്തഖ്ബലൻ സാഹിറൻ, ശോഭനമായൊരു ഭാവി പടുത്തുയർത്താൻ നിനക്ക് സമയമായില്ലേ? അൽ ആലമു അഫ്രാഹൻ വ അഹ്സാനൻ, ലോകം സന്തോഷങ്ങളും ദുഃഖങ്ങളുമാണ്. കുല്ലുന്നാസി യുഹിബ്ബൂനൽ ഫറഹ, എല്ലാ ജനങ്ങളും സന്തോഷം ഇഷ്ടപ്പെടുന്നു. യഫ്രഹൂന, അവർ സന്തോഷിക്കുന്നു. ബി വഫ്രത്തിൽ മാലി, ധാരാളം പണം ഉണ്ടാകുമ്പോൾ. വാരിഫത്തിൽ അമാലി, അതേപോലെ ഉയർന്ന ജോലി ഉണ്ടാകുമ്പോൾ. വാ ഷിഫാ ഇൽ അമ്രാദി, രോഗശമനം ഉണ്ടാകുമ്പോൾ ഒക്കെ സന്തോഷം തോന്നും മനുഷ്യന്. വബ്തിസാമത്തു ദുനിയ അമാമഹം, ദുനിയാവ് അവർക്ക് മുമ്പിൽ പുഞ്ചിരിക്കുമ്പോൾ, അപ്പോഴൊക്കെയാണ് മനുഷ്യന് സന്തോഷമുണ്ടാവുക. വയഹസുനൂന, എന്നാൽ അവർ ദുഃഖിക്കുന്നു. ബിൽ അമ്രാദി, രോഗമുണ്ടാകുമ്പോൾ. വൽ ഫഖരി, ദാരിദ്ര്യമുണ്ടാകുമ്പോൾ. വൽ ഇഹാനത്തി, അപമാനമുണ്ടാകുമ്പോൾ. വൽ ആലാമി, വേദനകൾ. വൽ അബൂസി ദുനിയ അമാമഹം, അവർക്ക് മുമ്പിൽ ദുനിയാവ് മുഖം ചൊളിക്കുമ്പോൾ ഒക്കെ അവർക്ക് ദുഃഖമുണ്ടാകും. സുന്നത്തുൽ ഹയാത്തി, ജീവിതത്തിന്റെ ചര്യ എന്ന് പറയുന്നത് അൻ യതഖല്ലബൽ മർഉ ബൈന ഹൽവത്തിൻ വ മുറത്തിൻ, കയ്പിനും മധുരത്തിനും ഇടയിൽ മനുഷ്യൻ സഞ്ചരിക്കലാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇന്നമാ തസ്തഖീമു ഹയാത്തുന, നമ്മുടെ ജീവിതം നേരെയാകും. ബി മഅരിഫത്തിന അത്തഖല്ലുബ, അതിജയിക്കാൻ അറിഞ്ഞാൽ, നമ്മൾ അതിജയിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം നേർവഴിയിലാകും. എന്തിനെ അതിജയിക്കുന്നത്? അല അസ്ബാബിൽ അഹ്സാനി, ദുഃഖങ്ങളുടെ കാരണങ്ങളെ അതിജയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നേരെയാകും. അതേപോലെ മഅരിഫത്തി തുറുഖി ഇദാമത്തിൽ അഫ്രാഹി, സന്തോഷം നിലനിർത്താനുള്ള വഴികൾ അറിഞ്ഞാലും ദുഃഖങ്ങളെ അതിജയിക്കേണ്ടത് എങ്ങനെ, ദുഃഖങ്ങളുടെ അതിജയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയാലും നമുക്ക് നേരായ ജീവിതം ലഭിക്കും. നാം, അതെ. ഇദാ കാന ലിൽ ഹമ്മി ബാബുൻ, ദുഃഖത്തിനൊരു വാതിലുണ്ടെങ്കിൽ ഫഹുനാക അൽഫു ബാബിൻ ലി ഇസാലത്തിഹി, ദുഃഖം മാറ്റാൻ, ദുഃഖം നമ്മിൽ നിന്നും നീക്കാൻ 1000 വാതിലുകൾ ഉണ്ടാകും. വ അൽഫു ബാബിൻ ലി നജാഹി ഫിൽ ഹയാത്തി, ജീവിതത്തിൽ വിജയിക്കാൻ 1000 വാതിലുകൾ ഉണ്ടാകും. വ തമത്തുഅ ബി സഅദത്തി ദാഇമത്തി, സ്ഥിരമായ സന്തോഷം ആസ്വദിക്കാനും ജീവിതത്തിൽ വിജയിക്കാനും 1000 വാതിലുകൾ നമുക്ക് മുമ്പിൽ ഉണ്ടാകും. ഹൽ വജത്തും അയ്യ ഇസ്ആജിൻ മിനൽ ആഖിരീൻ, മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഹൽ തുവാജിഹൂന അയ്യ മുഷ്കിലത്തിൻ ഫി ഹയാത്തിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടോ? പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. മഫാത്തിഹുൽ ഖുലൂബി, ഹൃദയങ്ങളുടെ താക്കോലുകൾ. കുല്ലു ബാബിൻ ലഹു മിഫ്താഹുൻ, എല്ലാ വാതിലിനും താക്കോലുണ്ട്. മിഫ്താഹു ഖുലൂബിൻ നാസി, ജനങ്ങളുടെ ഹൃദയങ്ങളുടെ താക്കോൽ. ഫഹുവ മഅരിഫത്തു ദിബാഇഹിം, അവരുടെ സ്വഭാവം, അവരുടെ പ്രകൃതം അറിയലാണ്. പ്രകൃതം, സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കലാണ്. ഹല്ലു മശാക്കിലിഹിം, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കലാണ്. അൽ ഇസ്ലാഹു ബൈനഹും, അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കലാണ്. അവർക്കിടയിൽ സമാധാനം അല്ലെങ്കിൽ നന്മ ഉണ്ടാക്കലാണ്. അതാണ് ജനങ്ങളുടെ ഹൃദയത്തിന്റെ താക്കോൽ. മറ്റുള്ളവരുടെ ഹൃദയത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ നന്മ ചെയ്യലാണ്. എന്നാൽ അവരുടെ ഹൃദയം നമുക്ക് തുറക്കാൻ കഴിയും. വാലം, നീ അറിയണം. അന്നൽ ഖുലൂബ, മനസ്സുകൾ. ലാ തുക്തസബു ബിൽ ഖുവ്വത്തി, ശക്തി കൊണ്ട് കീഴടക്കാൻ കഴിയില്ല. മറ്റൊരാളുടെ മനസ്സിനെ നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് കീഴടക്കാൻ കഴിയില്ല. വലാബിൽ മാലി, പണം കൊണ്ട് കീഴടക്കാൻ കഴിയില്ല. വലാബിൽ ജമാലി, നമ്മുടെ സൗന്ദര്യം കൊണ്ടും കീഴടക്കാൻ കഴിയില്ല. വ ഇന്നമാ തുക്തസബു, മറ്റുള്ളവരുടെ മനസ്സ് നമുക്ക് കീഴടക്കാൻ കഴിയുന്നത് ബി അഖല്ലി മിൻ ദാലിക വ അസ്ഹൽ, ഇതിനേക്കാളൊക്കെ സിമ്പിളായ കാര്യങ്ങൾ കൊണ്ടാണ്. എന്താണത്? ലാ തബ്ഖൽ ബിൽ ഇബ്തിസാമത്തി,
പുഞ്ചിരിയിൽ നീ പിശുക്ക് കാണിക്കരുത്. മറ്റുള്ളവരോട് പുഞ്ചിരിക്കുക. അത് അവരുടെ മനസ്സിനെ തുറക്കാനുള്ള, അവരുടെ മനസ്സ് കീഴടക്കാനുള്ള ഒരു മാർഗമാണ്. അതേപോലെ ആമിലിന്നാസ കമാ തുഹിബ്ബു അൻ യുആമിലൂക, നിന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറാനാണ് നീ ഇഷ്ടപ്പെടുന്നത് അതേപോലെ നീ അവരോട് പെരുമാറുക. അതേപോലെ മൻ അസാ ഇലൈക, നിന്നെ ഉപദ്രവിച്ചവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്യുക. തകല്ലം ഖലീലൻ, കുറച്ച് മാത്രം സംസാരിക്കുക. വസ്തമേ ജയ്യിദൻ, നന്നായി കേൾക്കുക. നല്ലൊരു കേൾവിക്കാരനാവുക എന്നത് മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാനുള്ള ഒരു മാർഗമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കലല്ല, മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് കേൾക്കുകയും വേണം. നമ്മൾ ആവശ്യമുള്ളത് മാത്രം പറയുക, കുറച്ച് മാത്രം പറയുക, അവർ പറയുന്നത് കേൾക്കുക, കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. അംസിക് നഫ്സക ഇൻദൽ ഗളബി, ദേഷ്യം വരുമ്പോൾ നീ സ്വയം നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കാനുള്ള, മനസ്സ് കീഴടക്കാനുള്ള, അവരുടെ സ്നേഹം കൈപ്പറ്റാനുള്ള മാർഗങ്ങൾ. ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മയിൽ നിന്നും ഒന്നിനെയും വില കുറച്ച് കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ ത്വലീഖിൻ, നീ നിന്റെ സഹോദരനെ പ്രസന്നവദനായി കാണുന്നത് പോലും. അതായത് ഏറ്റവും സിമ്പിളായ കാര്യമാണ്, ഏറ്റവും ചെറിയ കാര്യമാണ് നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ ഒരു ഹാപ്പി ഫേസോടുകൂടി അഭിമുഖീകരിക്കുക എന്നുള്ളത്. അതുപോലും നമ്മൾ കുറച്ച് കാണരുത്. അതും വലിയൊരു കാര്യമാണ്, സന്തോഷത്തോടെ ആളുകളെ അഭിമുഖീകരിക്കുക എന്നുള്ളത്. ലാ തസ്തവി അൽ ഹസനത്ത് വല സയ്യിഅത്തു, നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതിനെ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കുക. തിന്മയെ തടയേണ്ടത് തിന്മ കൊണ്ടല്ല, നന്മ കൊണ്ടാണ് തടയേണ്ടത്. തൂബാ ലി ശഖ്സിൻ ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈരി മിഗ്ലാഖൻ ലിശ്ശർരി, നന്മയുടെ താക്കോലും തിന്മയുടെ പൂട്ടുമാക്കിയ വ്യക്തി ഭാഗ്യവാനാണ്. അള്ളാഹു നന്മയുടെ താക്കോലും തിന്മയുടെ പൂട്ടുമാക്കിയ വ്യക്തി ഭാഗ്യവാനാണ്. തൂബാലി ഷഖ്സിൻ, അതൊരു പ്രയോഗമാണല്ലേ. ആ വ്യക്തി ഭാഗ്യവാനാണ്. ജഅലഹുല്ലാഹു, അള്ളാഹു അയാളെ ആക്കിയിരിക്കുന്നു. മിഫ്താഹൻ ലിൽ ഖൈരി, നന്മയുടെ താക്കോലാക്കിയിരിക്കുന്നു. അയാൾ നന്മകൾ തുറന്നു തരും. അതേപോലെ മിഗ്ലാഖൻ ലിശ്ശർരി, തിന്മയുടെ പൂട്ടാക്കി, തിന്മയെ അടച്ചു കളയും. അങ്ങനെയുള്ള വ്യക്തി ഭാഗ്യവാനാണ്. ഉഖൂലുനാ മംലൂഅത്തുൻ ബി അഫ്കാരിൻ ഗൈരി ളറൂരിയത്തിൻ, നമ്മുടെ മനസ്സുകളൊക്കെ ആവശ്യമില്ലാത്ത ചിന്തകളാൽ നിറഞ്ഞതാണ്. ലിദാലിക, അതുകൊണ്ട് തന്നെ നഈഷു ഹയാത്തൻ ബിലാ മഅന, നമ്മൾ അർത്ഥമില്ലാത്തൊരു ജീവിതമാണ് ജീവിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ഒരുപാടുണ്ട്. ആ ചിന്തകളൊക്കെ മാറ്റിവെച്ചാൽ നമുക്ക് സന്തോഷകരമായി ജീവിക്കാം. തൊവ്വിർ നഫ്സക, നീ സ്വയം വികസിപ്പിക്കുക, നീ സ്വയം പുരോഗമിക്കുക. തസ്തഫീദു മിൻ മുആമലതിക മഅൻ നാസി, ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ നിന്നും നിനക്ക് പ്രയോജനം ലഭിക്കും. ഹത്താ തതവ്വറ മഹാറാത്തുക, നിന്റെ സ്കിൽസ്, നിന്റെ കഴിവുകൾ പുരോഗമിക്കും, നിന്റെ കഴിവുകൾ വികസിക്കും ജനങ്ങളുമായി ഇടപഴകുമ്പോൾ. കുല്ലയോമിൻ, എല്ലാ ദിവസവും. ബൽ കുല്ല വക്തിൻ, അല്ല എല്ലാ മണിക്കൂറിലും, ഓരോ മണിക്കൂറിലും നിന്റെ കഴിവുകളൊക്കെ അധികരിച്ചു കൊണ്ടിരിക്കും ആളുകളുമായി ക്രിയാത്മകമായി ഇടപെടുമ്പോൾ. ലാ തുസൈത്തുർ അലൈക മുആമലത്തുൻ നാസി മാക, ജനങ്ങൾ നിന്നോട് പെരുമാറുന്നത് നിന്നെ നിയന്ത്രിക്കുന്നതാകരുത്. അതായത് ജനങ്ങളുടെ നിന്നോടുള്ള പെരുമാറ്റം നിന്നെ കൺട്രോൾ ചെയ്യരുത്. മീൻസ് പലതരത്തിലുള്ള ആളുകൾ നമ്മളോട് ആളുകൾ പലതരത്തിൽ നമ്മളോട് പെരുമാറും. ചിലർ ദേഷ്യം പിടിച്ചുകൊണ്ട് പെരുമാറുന്നവരുണ്ടാകും, ചിലർ വഴക്ക് പറയുന്നവരുണ്ടാകും, നമ്മളെ ഇകഴ്ത്തുന്നവരുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരും ഉണ്ടാകും നമ്മളോട് പെരുമാറുകയും നമ്മളോട് സഹവസിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അവരുടെ ഈ പ്രവർത്തനങ്ങളൊന്നും നമ്മളെ ബാധിക്കരുത്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ ഇതൊന്നും ബാധിക്കരുത്. അവരിങ്ങനെ നമ്മളോട് ഇത്ര മോശമായി പെരുമാറിയാലും അത് നമ്മളുടെ ജീവിതത്തെ ബാധിക്കരുത്. നമ്മളുടെ പെരുമാറ്റത്തെയും നമ്മുടെ സ്വഭാവത്തെയും ബാധിക്കരുത്. നമ്മുടെ സ്വഭാവം എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കണം. അൽ ബത്തലു, ധീരൻ, ഹുവല്ലദി യസ്തതിഉ തഗല്ലുബ അലാ അവാതിഫിഹി, തൻ്റെ വികാരങ്ങളെ അടക്കി നിർത്താൻ കഴിയുന്നവനാണ് ധീരൻ. വയബ്തസിമു, എന്നിട്ട് പുഞ്ചിരിക്കാൻ കഴിയുന്നവനാണ് ധീരൻ. ലൈസ ശദീദു ബിസ്വറഅതി, ശക്തി കൊണ്ട് ആളെ കീഴടക്കുന്നവനല്ല ശക്തൻ, ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തൻ എന്ന് കേട്ടിട്ടില്ലേ? ഇന്നമ ശദീദു, ശക്തൻ ആരാണ്? അല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബി, കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ. കസീറു മിനൻ നാസി, ധാരാളം ജനങ്ങൾ യജ്അലുൽ ഹല്ല ഹുവൽ ഇക്തിആബ ദായിമ, സ്ഥിരമായ ദുഃഖമാണ്, സ്ഥിരമായ സങ്കടമാണ് പരിഹാരം എന്ന് വിചാരിച്ച് കഴിയുന്ന ധാരാളം ആളുകളുണ്ട്.
അതായത് തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? ദുഃഖിച്ചിരിക്കലാണ്. മീൻസ് അതിൽ നിന്ന് കരകയറാൻ വേണ്ടി ശ്രമിക്കാതെ പ്രശ്നത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അൽ ഇക്തിആബു, ഈ ദുഃഖം, വൽഹമ്മു, സങ്കടം, ലാ യുഖഫിഫാനിൽ മുസീബത്ത, തങ്ങൾക്ക് വന്നു ചേർന്ന ആപത്തിനെ അത് ലഘൂകരിക്കുകയില്ല ദുഃഖിച്ചിരിക്കൽ. ബൽ യസീദാനിഹ, മറിച്ച് അത് അധികരിപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇഅ്ലം, നീ അറിയണം, അന്നഹു ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു നമുക്ക് വിധിച്ചതല്ലാതെ നമ്മളെ ബാധിക്കുകയില്ല. ഫൽ ആഖിലു, ബുദ്ധിമാൻ, ഹുവല്ലദീ യതകയ്യഫു മഅ വാഖിഇഹി, തന്റെ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നവനാണ് ബുദ്ധിമാൻ. കൈഫമാക്കാൻ, അതെങ്ങനെയാണെങ്കിലും നമ്മൾക്ക് എന്താണോ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്നിരിക്കുന്നത് അതിൽ പൊരുത്തപ്പെട്ട് അതിനനുസരിച്ച് ജീവിതം പാകപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ. മറ്റുള്ളവരിലേക്ക് നോക്കരുത്, നമ്മൾ സ്വയം എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതം എങ്ങനെയാണ്, അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നന്നായി ജീവിക്കുക. കവി പറഞ്ഞതാണ്, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം അവന് നേടാൻ കഴിയുകയില്ല. ഏതുപോലെ? കപ്പൽ വിചാരിക്കുന്നത് പോലെയല്ല കാറ്റ് വീശുന്നത്. കപ്പൽ പോകാൻ ഉദ്ദേശിക്കുന്ന ദിശയിലേക്ക് കാറ്റ് വീശണമെന്നില്ല, മറിച്ച് കാറ്റ് വീശുന്ന ദിശയിലേക്ക് കപ്പലിന് പോകാൻ കഴിയും, അത്രയേ ഉള്ളൂ അല്ലെ. അതേപോലെ ജീവിതം എങ്ങനെയാണോ നമുക്ക് ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. ലാ തബ്കി അലൽ ലബനിൽ മസ്കൂബി, ഒഴുകിപ്പോയ പാലിന്റെ പേരിൽ കരയരുത്. പാല് മറിഞ്ഞു പോയാൽ അതിന് കരഞ്ഞിട്ട് കാര്യമില്ല. ഇളാത്തുൽ മിസ്ബാഹി ഖൈറും മിൻ സബ്ബിൽ ലലാമി, ഇരുട്ടിനെ പഴിക്കുന്നതിലും നല്ലത് വിളക്ക് കത്തിക്കലാണ്. കറണ്ട് പോയാൽ ഒന്ന് പഴിച്ചിരിക്കാതെ പെട്ടെന്ന് വിളക്ക് കത്തിക്കുക. ലൈസത്തി ഷജാഅത്തു, ധീരത, അൻ തുസിറ അലൽ ഖതഇ, നീ തെറ്റിൽ ഉറച്ചു നിൽക്കുന്നതല്ല ധീരത. അസ്വറ മീൻസ് ഉറച്ചു നിൽക്കുക, അൽ ഖതഇ, എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ടാവും, അതല്ല ധീരത. എന്താണ്? തെറ്റ് അംഗീകരിക്കലാണ് ധീരത. നഫ്ഹമു അന്ന ഹല്ലൽ മുഷ്കിലത്തി ബൈനസ്നൈനി, രണ്ടുപേർക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ നഫ്ഹമു, നമ്മൾ അറിയണം എന്ത്? അൻ യഖൂല അഹദുഹുമ, അതെന്താണ് പ്രശ്നം പരിഹരിക്കൽ എങ്ങനെയാണ്? അതായത് രണ്ടുപേരുടെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക? അൻ യഖൂല അഹദുഹുമ, അവരിൽ ഒരാൾ പറയലാണ്, ലില്ലാഹരി, മറ്റേ ആളോട്, അന അഖ്തഅതു, എനിക്ക് തെറ്റുപറ്റി എന്ന് പറയലാണ്. വ അഅ്തദിറു, ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയലാണ്. ലൈസത്തി ഷജാഅത്തു അൻ തുസിറ അലാ ഖതഇക, ധീരത നീ നിന്റെ തെറ്റിൽ ഉറച്ചു നിൽക്കലല്ല. വഇന്നമാ ഹിയ അൻ തഅതരിഫഹു, നീ അതിനെ മനസ്സിലാക്കലാണ്, നീ അതിനെ അംഗീകരിക്കലാണ്. നീ നിന്റെ തെറ്റ് മനസ്സിലാക്കലാണ് ധീരത, എന്നിട്ട് ആ തെറ്റിനെ അംഗീകരിക്കലാണ് ധീരത. വലാ തുകർരിർഹു മറത്തൻ ഉഖ്റ, എന്നിട്ടത് ആവർത്തിക്കാതിരിക്കലുമാണ്. അല്ലാതെ തെറ്റെന്ന് സംഭവിച്ചു പോയാൽ ആ തെറ്റ് ഏറ്റു പറഞ്ഞാൽ ഞാൻ നാണം കെട്ടുപോകും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ചിലാകും എന്ന് കരുതിക്കൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നതല്ല ധീരത. മറിച്ച് ആ തെറ്റ് അംഗീകരിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്താൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വില കൂടുകയേ ഉള്ളൂ. വലിക്കൈ തക്കൂന ഹയാത്തുക അക്സർ സയാദത്തൻ, നിന്റെ ജീവിതം കൂടുതൽ സന്തോഷകരമായി തീരാൻ വേണ്ടി ഉൻദുർ ലിൽ ജവാനിബിൽ മുശ്രിഖത്തി, നീ തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശിക്കുന്ന ഭാഗത്തേക്ക് നോക്കുക നിന്റെ ജീവിതത്തിലെ. ഖബല അൻ തൻദുറ ലിൽ മുദ്ലിമത്തി, അന്ധകാരത്തിലേക്ക് ഇരുട്ടുമൂടിയ ഭാഗങ്ങളിലേക്ക് നോക്കുന്നതിന് മുമ്പ് പ്രകാശിക്കുന്ന ഭാഗത്തേക്ക് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുമൂടിയ ഭാഗവും പ്രകാശിക്കുന്ന ഭാഗവും ഉണ്ടാവും അല്ലെ, നല്ല ഭാഗവും മോശമായ ഭാഗങ്ങളും ഉണ്ടാവും. നല്ല ഭാഗത്തേക്ക് മാത്രം നോക്കുക. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത എന്നും ജീവിച്ചിരിക്കുന്നവനിൽ നീ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. വഅഖ്ലിസ് ലഹു ബിത്തളറുഇ വദ്ദുആ, പ്രാർത്ഥന കൊണ്ടും വിനയം കൊണ്ടും അവന് കീഴ്പ്പെടുക. ഇന്നഹു സമീഉ ദുആ, അവൻ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്. നമുക്ക് പാഠഭാഗം റിവേഴ്സ് ചെയ്ത് കണ്ടെത്താം. മിൻഹു, അതിൽ നിന്നും. അത്തൗജീഹാത്തിൽ ഖയ്യിമ, എന്താ പറയാ, അമൂല്യമായ അധ്യാപനങ്ങൾ എന്തൊക്കെയാണത്? മാർഗദർശനങ്ങൾ. അൽ ആലമു അഫ്രാഹൻ വഅഹ്സാൻ, ഇതേപോലുള്ള വാചകങ്ങൾ കണ്ടെത്താം. ഇത് മുഴുവൻ ഇതേപോലുള്ള വാചകങ്ങളാണുള്ളത് അല്ലേ. ലോകം സന്തോഷങ്ങളും ദുഃഖങ്ങളുമാണ്. നുലാഹിദു തസ്രീഹാത്തിലാത്തിയ, താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കാമെന്ന്. മൈസുമിനാബിയാത്തി വസൽബിയാത്തി, അതിൽ നിന്നും നെഗറ്റീവുകളും പോസിറ്റീവുകളും കണ്ടെത്താം. നെഗറ്റീവായ സെന്റൻസുകളും പോസിറ്റീവായ സെന്റൻസുകളും കണ്ടെത്താം. അൽ ഈജാബിയാത്ത് മീൻസ് പോസിറ്റീവ്സ്, സൽബിയാത്ത് നെഗറ്റീവ്സ്. ലാസിമുൻ അൻ തക്കൂന അഹ്ദാഫു ഹയാത്തിന ഉംനിയത്തിൻ ഫഖസ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, ആഗ്രഹങ്ങൾ
മാത്രമാകുക എന്നത് എന്താണ്? സെൽബിയാണ് അല്ലേ, നെഗറ്റീവായ കാര്യമാണ്. ആഗ്രഹങ്ങൾ മാത്രമല്ല ജീവിതം. പിന്നെ നസ്തഫിദ് ബികുല്ലി ലഹളത്തിൻ ഫി ഹയാത്തിന വനഫ്ഹമു ഖീമത്തൽ വഖ്ത്, ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമുക്ക് ഉപകാരപ്രദമാണ്. വനഫ്ഹമു ഖീമത്തൽ വഖ്ത്, സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈജാബിയായ ഒരു സെന്റൻസ് ആണ്, പോസിറ്റീവാണ്. ഇൻദമാ നഫ്ഖിദുൽ അമല നഫ്ഖിദുൽ ഹയാത്ത, നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ ജീവിതം നഷ്ടപ്പെടുന്നു. ഇത് പോസിറ്റീവായ സെന്റൻസ് ആണ്. സെന്റൻസ് ശരിയാണ് അല്ലേ? പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയാൽ ജീവിതം നഷ്ടപ്പെടും എന്ന് പറയുന്നത് അത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ലാ നുസാമിഹു അഅദാഅന വലാ നുസായിദുഹും, നമ്മുടെ ശത്രുക്കളോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്, അവരെ നമ്മൾ സഹായിക്കരുത്. അത് സെൽബിയാണ് അല്ലെ, നെഗറ്റീവാണ്. അവരോട് വിട്ടുവീഴ്ച ചെയ്യണം. കൈഫ തുവാജിഹു മിസ്ല ഹാദിഹിൽ മവാഖിഫിൽ താലിയ, താഴെ പറയുന്നത് പോലുള്ള സന്ദർഭങ്ങൾ നിങ്ങൾ എങ്ങനെ നേരിടും? കൈഫ തുവാജിഹു, നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും, നേരിടും? എന്തൊക്കെയാണ് സംഭവങ്ങൾ താഴെയുള്ളത്? ഒന്ന്, നജഹത്ത നീ വിജയിച്ചു, ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ, ഫിൽ മർഹലത്തി സാനവിയത്തിൽ ആലിയ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നീ വിജയിച്ചു. വലാകിൻ മാ ഹസൽത അലൽ ഫുർസത്തി ലിൽ ഇൽതിഹാഖി ഫി, പക്ഷേ നിനക്ക് അവസരം ലഭിച്ചില്ല. ഫുർസത്ത് മീൻസ് ഓപ്പർച്യൂണിറ്റി, അവസരം ലഭിച്ചില്ല. അലിൽ ഇൽതിഹാഖി ജോയിൻ ചെയ്യാൻ, ഫി ദൗറത്തിൻ മർജുവത്തിൻ ഫിൽ കുല്ലിയ, കോളേജിൽ നിനക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭം വന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെ നേരിടും? ഉദാഹരണത്തിന്, ഉഫക്കിറു അനിൽ അസ്ബാബില്ലത്തി അദ്ദത്തി ഇലാ ഹാദിഹിൽ ഹാലത്തി, ഈ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഒന്ന് ആലോചിക്കും അല്ലേ. ഞാൻ നന്നായി പഠിച്ചിരുന്നില്ല, പാസ്സാകുക മാത്രമാണ് ചെയ്തത് അല്ലേ. അപ്പം നന്നായി പഠിക്കണമായിരുന്നു. അപ്പോൾ ഇനി അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഇനി കുറച്ചുകൂടെ കാര്യക്ഷമമായി മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കണം അല്ലേ. അതൊക്കെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ജമീലത്തുക്ക, നിന്റെ കൂട്ടുകാരി, വഖഅത് ഫി വർത്തത്തിൽ ഗറാമി വല്ലിഷ്ടി, ഒരു പ്രണയ നൈരാശ്യത്തിൽ പെട്ടുപോയി. വലാ തുറക്കിസു നഫ്സഹ അല ദിറാസത്തി, അവൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ നീ എന്ത് ചെയ്യും? ഉഹാവിറു സമീലത്തി, ഞാൻ എൻ്റെ കൂട്ടുകാരിയുമായി ഞാൻ സംസാരിക്കും. ചർച്ച ചെയ്യും. വൗക്കലിമുഹ, അവളോട് ഞാൻ സംസാരിക്കും. ബിക്കുല്യ സുദാഖത്തിൽ, അങ്ങേറ്റം സൗഹൃദത്തോടെ അവളോട് സംസാരിക്കും. അവളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. എന്നിട്ട് അവൾക്ക് എന്ത് ചെയ്യും? അതൊക്കെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം നൽകും അല്ലെ, കോൺഫിഡൻസ് നൽകും. നുനാഖിഷു വനുക്കുമിലും, നമുക്ക് ചർച്ച ചെയ്യാൻ പൂരിപ്പിക്കാം. ഹയ്യ നഉദു തിൽക്കൽ ദിക്റയാത്തിൽ ഹൽവ, ആ മനോഹരമായ ദിവസങ്ങൾ നമുക്ക് ഓർക്കാം. ഏത് മനോഹരമായ ദിവസങ്ങൾ? കം കാനത്ത് ബഹജതി ഫീ തിൽക്കൽ അയ്യാം, ആ ദിവസങ്ങളിൽ എൻ്റെ സന്തോഷം എത്രയുണ്ടായിരുന്നു. ഏതാണ് ദിവസങ്ങൾ? ഫി അയ്യാമി തുഫൂലത്തി, എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെ. കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കാം. കുട്ടിക്കാലം ഭയങ്കര സന്തോഷകരമായ കുട്ടിക്കാലമാണ് എല്ലാവർക്കും. കുൻതു ഉലാഇബു മഅ സുമലാഇ, ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കാറുണ്ടായിരുന്നു. ബി അൽആബിൻ മുത്തനവിയ, പലതരം കളികൾ. എന്തൊക്കെ കളികൾ നമ്മൾ കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊന്നും ആലോചിച്ച് നോക്കൂ. എണ്ണമില്ലാത്ത കളികൾ കളിച്ചിട്ടുണ്ട് അല്ലെ. കുൻതു അസ്നഉൽ ഖവാരിബ അൽ വറക്കിയ, മറ്റേ പേപ്പർ തോണികൾ ഉണ്ടാക്കുമായിരുന്നു. അൽഅബു ഫിൽ മത്തരി, മഴയത്ത് കളിക്കുമായിരുന്നു. ഇതൊക്കെ ചെറുതല്ലേ, ഒരുപാട് കളികളുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർത്ത് നോക്കുക. ഫി അയ്യാമി ദിറാസത്തി, എൻ്റെ പഠനകാലത്ത്, ഫി റൗളത്തിൽ അത്ഫാൽ, എവിടെ പഠനകാലത്ത്? എൻ്റെ KG പഠനകാലത്ത്. കുൻതു ഉൻഷിദു അൽ ഉൻഷൂദാത്ത്, ഞാൻ പാട്ടുകൾ പാടുമായിരുന്നു. മാൽ മുദരിസത്തി വാസ്ദിഖൈ, കൂട്ടുകാരോടൊപ്പം ടീച്ചറോടൊപ്പവും പാട്ട് പാടി തുള്ളി കളിക്കുമായിരുന്നു. കുൻതു ഉലവ്വിനു സുവറ ബി അൽവാനിൻ ജമീല, ചിത്രങ്ങൾക്ക് വളരെ മനോഹരമായ നിറങ്ങൾ കൊടുക്കുമായിരുന്നു അല്ലെ. കളറിംഗ് ഒക്കെ മെയിൻ പരിപാടിയാണ് ചെറുപ്പത്തിൽ. ഫി യൗമി ഈദുൽ ഫിത്രി, അതേപോലെ പെരുന്നാൾ ദിവസമോ, ചെറിയ പ്രായത്തിൽ പെരുന്നാൾ ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും. അസ്തഹിമു ബാക്കിറൻ, രാവിലെ എഴുന്നേറ്റ് കുളിക്കും. അത്തദി ലിബാസൻ ജദീദൻ, പുതിയ വസ്ത്രങ്ങൾ ധരിക്കും അല്ലെ. അദ്ഹബു ഇലാ ബുയൂത്തി അസ്തിഖായി, എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകും. അദ്ഹബു മഅൻ ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് ഒരുമിച്ച് പോകും. നുസല്ലിമാൻ, ഒരുമിച്ച് നിസ്കരിക്കും. പിന്നെ എന്ത് ചെയ്യും? നദ്ഹബു മഅൻ ഇല സൂഖി, അങ്ങാടിയിലേക്ക് ഒരുമിച്ച് പോകും. അങ്ങനെ ഒരുപാട് കളികളുണ്ട് അല്ലേ. നതനാവലു തആമ മിൻ ബുയൂത്തി അസ്തിഖായിന, കൂട്ടുകാരുടെ വീട്ടുകളിൽ നിന്നൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കും. പിന്നെ നുഇദ്ദു നസ്സൻ വസ്ഫിയൻ ഹൗല ഹദസിൻ, എന്തെങ്കിലും ഒരു ഈവന്റിനെ കുറിച്ച്, ഒരു സംഭവത്തെ കുറിച്ചൊരു വർണ്ണിച്ചുകൊണ്ടൊരു കുറിപ്പ് തയ്യാറാക്കാം. ഫി ഹയാത്തേക്ക, നിന്റെ ജീവിതത്തിൽ, ബിസ്തിയാനത്തിന് കാത്ത് താലിയ, താഴെയുള്ള പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു സംഭവത്തെ വർണ്ണിച്ചുകൊണ്ടൊരു കുറിപ്പ് തയ്യാറാക്കുക.
എന്തൊക്കെയാണ് പോയിന്റുകൾ? കാനൽ ലാലിക്കൽ യൗമു യൗമൻ റായിയൻ മസ്റൂറൻ ഫി ഹയത്തി, എൻ്റെ ജീവിതത്തിലെ മനോഹരമായ സന്തോഷകരമായ ദിവസമായിരുന്നു അന്ന്. ലാ അൻസാഹു അബദൻ, ഞാനതൊരിക്കലും മറക്കുകയില്ല. തിൽക്കൽ ലഹ്ലാത്തു സമീനത്തുൽ മൈമൂന, അത് വളരെ നല്ല വളരെ വിലപിടിപ്പുള്ള നിമിഷങ്ങളായിരുന്നു. കുൻതു സാഹിറൻ ഫി തിൽക്കൽ ലൈലത്തി, ആ ദിവസം ആ രാത്രി ഞാൻ ഉറക്കമിളച്ചിരുന്നു. സാഹിറ മീൻസ് ഉറങ്ങിയിരുന്നില്ല. ഫി ദാലിക സ്വബാഹി, ആ രാവിലെ ആ പ്രഭാതത്തിൽ ഖുംതു മിനൻ നൗമി ബാക്കിറൻ, ഞാൻ ഉറക്കിൽ നിന്ന് നേരത്തെ എണീറ്റു. വക്കാന കൽബി യഖ്ഫുഖ്, എൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു. മാ അജ്മല, എന്തൊരു മനോഹരമായിരുന്നു. മദ്രസത്തുൽ മുസയ്യന, എൻ്റെ അലങ്കൃതമായ സ്കൂൾ. മുഖ്തലിഫൻ അൽവാനുഹ, വിവിധ വർണ്ണങ്ങളാൽ, അല്ലെ, അതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കാം? ദാലിക്കൽ യൗമു കാന യൗമൻ റായിയൻ വ മസ്റൂറൻ, സന്തോഷകരമായ സുന്ദരമായ ദിവസമായിരുന്നു അന്ന്. ജിദ്ദൻ, വളരെയധികം. ഇന്നഹു യൗമുൻ ലാ അൻസഹു അബദൻ ഫി ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ദിവസമായിരുന്നത്. ഫിൽ യൗമി താലി, പിറ്റേ ദിവസം മെഹ്റജാൻ ഫന്നി ഫിൽ മദ്രസ, സ്കൂളിൽ കലാമേളയാണ്, അല്ലെ. ഹാദിഹി ഹിയ ലഹ്ലാത്തു സമീനത്തുൽ മൈമൂന, ഇത് വളരെ നല്ല വളരെ വിലപിടിപ്പുള്ള നിമിഷങ്ങളായിരുന്നു. ലൻ തദ്ഹബ മിൻ ബാലി, എൻ്റെ മനസ്സിൽ നിന്നും ഇതിൻ്റെ ഓർമ്മകൾ പോവുകയില്ല. ഖബലൽ മെഹ്റജാനി, മെഹ്റജാന്റെ മുമ്പ് കുൻതു മുതഹമ്മിസൻ, ഞാൻ ആവേശഭരിതനായിരുന്നു. കുൻതു സാഹിറൻ ഫി തിൽക്കൽ ലൈലത്തി, ആ രാത്രി ഞാൻ ഉറങ്ങിയിരുന്നില്ല. ലം അസ്തതിഅ നൗമ ജയ്യിദൻ, എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് നടക്കുന്ന കലാപരിപാടികളൊക്കെ ആലോചിച്ചപ്പോൾ. ഫി സബാഹി, രാവിലെ ഖുംതു മിനൻ നൗമി ബാക്കിറൻ, ഞാൻ നേരത്തെ എണീറ്റു. ഷഅർതു ബിൽ ഫറഹി വൻ നശാത്തി, എനിക്ക് സന്തോഷവും ഉന്മേഷവും തോന്നി. വക്കാന ഖൽബി യഖ്ഫഖു ബി ഖുവ്വത്തിൻ, എൻ്റെ ഹൃദയം ശക്തമായി മിടിക്കുന്നുണ്ടായിരുന്നു. കാന ഫഖാനൻ സഈദൻ, അത് സന്തോഷത്തിന്റെ മിടിക്കലായിരുന്നു. വസൽതു ഇലൽ മദ്രസത്തി, ഞാൻ സ്കൂളിലെത്തി. മാ അജ്മല, എന്തൊരു മനോഹരമായിരുന്നു. റഅയ്തു മദ്രസത്തി അൽ മുസയ്യനത കുല്ലഹ, മുഴുവൻ അലങ്കൃതമായ എൻ്റെ സ്കൂൾ ഞാൻ കണ്ടു. അസ്സീനത്ത് കാനത്ത് കസീറത്തൻ വജമീലത്തൻ, ആ അലങ്കാരം വളരെ ധാരാളം വളരെ മനോഹരമായിരുന്നു. കാനത്ത് അൽവാനുഹ മുഖ്തലിഫത്തൻ മുബ്ഹിജത്തൻ, അതിൻ്റെ നിറങ്ങളൊക്കെ വളരെ മനോഹരവും വളരെ വ്യത്യസ്തവുമായിരുന്നു. റഅയ്തു ലൗഹാത്തിൻ ഫനിയത്തിൻ ഫി കുല്ലി മകാൻ, എല്ലാ സ്ഥലത്തും ഞാൻ കലാപരമായ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടു. സമയത്ത് മൂസിക്ക ജമീല, മനോഹരമായ മ്യൂസിക് ഞാൻ കേട്ടു. ലഖദ് കാന യൗമൻ മുമയ്യസൻ ജിദ്ദൻ, വളരെയധികം പ്രത്യേകതയുള്ളൊരു സവിശേഷമായൊരു ദിനമായിരുന്നു അന്ന്. ഓക്കെ, ഇതേപോലെ ഒരു കുറിപ്പ് തയ്യാറാക്കാം. നുഅദ്ദു തഹ്നിആത്തി ലിൽ മുനാസബാത്തിൽ ആത്തിയ, താഴെ ഉള്ള മുനാസബാത്ത് എന്താണ് ഈവൻസുകളിൽ എന്ത് ചെയ്യാം? നുഅദ്ദു തഹ്നിആത്ത്, ഗ്രീറ്റിംഗ്സ് തയ്യാറാക്കാം, ഗ്രീറ്റിംഗ് കാർഡുകൾ. വനുസമ്മിമുഹ ഫിൽ ഹാസുബ്, എന്നിട്ടത് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യാം. ഈദുൽ അദ്ഹ, ഈദുൽ അദ്ഹ വലിയ പെരുന്നാൾ, അല്ലേ. ഈദുൽ അദ്ഹ അൽ മുബാറക്, ഈദുൽ മുബാറക്, അല്ലേ എന്നൊക്കെ പറയും. ആമുൻ ജദീദ്, കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, ഇതവിടെ കൊടുത്തിരിക്കുന്നു, അല്ലേ. ഇതേപോലെ യൗമു സിഫാഫ്, കല്യാണ ദിവസം. ബറക്കല്ലാഹു ലക്കുമ എന്ന് പറയാം. നഖറഉൽ ജുമലൽ ആത്തിയ വനക്തശിഫു മിൻഹാൽ മുബ്തദ വൽ ഖബർ, താഴെയുള്ള സെന്റൻസുകൾ വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്നും മുബ്തദയും ഖബറും കണ്ടെത്താം. അൽ ഖമറു മുനീറുൻ, ചന്ദ്രൻ പ്രകാശിക്കുന്നതാണ്. അതിൽ അൽ ഖമറു എന്നത് മുബ്തദ ആണ്, മുനീറുൻ എന്നത് ഖബറാണ്. മുബ്തദ എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് കണ്ടാൽ ആ സെന്റൻസിലെ ആദ്യത്തെ വാക്ക് ഇസ്മാണെങ്കിൽ ആ ഇസ്മിനാണ് മുബ്തദ എന്ന് പറയുക. ആ ഇസ്മിനെ കുറിച്ച് അറിയിച്ചു തരുന്ന അതിൻ്റെ ശേഷം വരുന്ന വാക്കിനാണ് ഖബർ എന്ന് പറയുക. ഇവിടെ അൽ ഖമറു മുനീറുൻ എന്ന സെന്റൻസിൽ ആദ്യത്തെ വാക്ക് അൽ ഖമറു എന്ന ഇസ്മാണ്. അതുകൊണ്ട് തന്നെ അൽ ഖമറു അവിടെ മുബ്തദ ആണ്. ഇനി ഖമറിനെ കുറിച്ച് അറിയിച്ചു തരുന്ന വാക്കാണ് മുനീറുൻ എന്നത്. അതുകൊണ്ട് അതിന് ഖബർ എന്ന് പറഞ്ഞാൽ എന്താ? വാർത്ത എന്നാണ് അർത്ഥം. അപ്പോൾ ഖമറിനെ കുറിച്ച് നമുക്ക് വാർത്ത അറിയിച്ചു തരുന്ന വാക്കാണ് മുനീർ. അതുകൊണ്ട് തന്നെ ആ മുനീർ എന്താണ്? ഖബറാണ്. ഖമർ മുബ്തദാണ്, മുനീർ ഖബറാണ്. ഇനി നമ്മൾ മുബ്തദയിലും ഖബറിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഇറാബാണ്. മുബ്തദയിന്റെ ഇറാബ് റഫ് ആണ്. ഒരു വാക്കിന്റെ ഇറാബ് റഫ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് നൽകണം. ഇവിടെ മുബ്തദ ഖമറാണ്, അല്ലെ. അപ്പോൾ മുബ്തദയിന്റെ ഇറാബ് റഫ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഖമറിന്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് നൽകിയിരിക്കുന്നത്. ഇനി ഖബറിന്റെ ഇറാബ് എന്താണ്? ഖബറിന്റെ ഇറാബും റഫ് ആണ്. അപ്പോൾ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് നൽകണം. മുനീറുൻ എന്നതാണ് ഇവിടെ ഖബർ, അതിന്റെ അവസാനത്തെ അക്ഷരം റ ആണ്, അതിന് ലമ്മ് നൽകിയിരിക്കുന്നത് കാണാം, മുനീറുൻ. ഓക്കെ, അപ്പോൾ ഒരു വാക്കിൽ ഒന്നുകിൽ അലിഫ്ലാം ഉണ്ടാകും, അല്ലെങ്കിൽ തൻവീൻ ഉണ്ടാകും. മുബ്തദയിന്റെ കൂടെ അവിടെ അലിഫ്ലാം ചേർന്നിരിക്കുന്നത് കാണാം, അല്ലെ. അൽ ഖമറു, അലിഫ്ലാം ചേർന്നാൽ പിന്നെ തൻവീൻ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ അലിഫ്ലാം ഇല്ലെങ്കിൽ തൻവീന് വേണം. രണ്ടിലൊന്ന് നിർബന്ധമായിട്ടും വേണം, രണ്ടും കൂടെ ഒരുമിച്ച് വരികയുമില്ല. ഇനി അൽ ഹിന്ദു ദൗലത്തുൻ കബീറത്തുൻ, ഇന്ത്യ വലിയൊരു രാഷ്ട്രമാണ്. അൽ ഹിന്ദു
ഈ സെന്റൻസിലെ ഒന്നാമത്തെ വാക്ക് അൽ ഹിന്ദു എന്ന ഇസ്മാണ് അല്ലെ, അതുകൊണ്ട് അത് മുബ്തദാണ്. അൽ ഹിന്ദു ദൗലത്തുൻ, ഇന്ത്യ ഒരു രാഷ്ട്രമാണ്. അപ്പൊ അൽ ഹിന്ദു മുബ്തദാണ്, ദൗലത്തുൻ ഖബറാണ്. കബീറത്തുൻ അതിന്റെ ശേഷം വന്ന മറ്റൊരു വാക്കാണ്, അത് ദൗലത്തിന്റെ നാത്താണ്. ഓക്കെ, ഇവിടെ മുബ്തദിന്റെ ഇറാബ് റഫ്, അതുകൊണ്ട് ഹിന്ദിന്റെ അവസാനത്തെ അക്ഷരമായ ദാലിന് ലമ്മ് നൽകിയിരിക്കുന്നു. ഖബറിന്റെ ഇറാബും റഫ്, അതുകൊണ്ട് ദൗലത്തിന്റെ അവസാനത്തെ അക്ഷരമായ തായിന് ലമ്മ് നൽകിയിരിക്കുന്നു. ഇനി അൽ അറബിയത്തു ലോകത്തുൻ ആലമീയത്തുൻ, അറബി ഒരു ലോക ഭാഷയാണ്. അതിൽ അറബിയ മുബ്തദാണ്, ലോകത്തുൻ ഖബറാണ്. ഇറാബ് ശ്രദ്ധിക്കുക. അൽ ഹുനൂദ് ഇഖ്വത്തുൻ, ഇന്ത്യക്കാർ സഹോദരങ്ങളാണ്. അൽ ഹുനൂദു മുബ്തദാണ്, അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് നൽകിയിരിക്കുന്നു, ഇറാബ് റഫ് ആയതുകൊണ്ട്. ഇഖ്വത്തുൻ ഖബറാണ്, അതിന്റെ അവസാനത്തെ അക്ഷരമായ തായിന് ലമ്മ് നൽകിയിരിക്കുന്നു. കാരണം ആ വാക്കിന്റെ ഇറാബ് റഫ് ആണ്. എന്തുകൊണ്ടാണ് റഫ് ആയത്? ഇഖ്വത്തുൻ ഖബർ ആയതുകൊണ്ട്. ഓക്കെ, അത്വാലിബാത്ത് മുജ്തഹിദാത്തുൻ, അത്വാലിബാത്ത് വിദ്യാർത്ഥിനികൾ കഠിനാധ്വാനികളാണ്. അത്വാലിബാത്തു എന്നത് മുബ്തദാണ്, മുജ്തഹിദാത്ത് ഖബറാണ്. രണ്ടിനും റഫ് ആയതുകൊണ്ട് ലമ്മ് നൽകിയിരിക്കുന്നു. അൽ മുസാഫിറാത്തു ദാഹിബാത്തുൻ, യാത്രക്കാരികൾ പോകുകയാണ്. ഇല ലുബനാൻ, ലുബനാനിലേക്ക്. അപ്പൊ മുസാഫിറാത്തു മുബ്തദാണ്, ദാഹിബാത്തുൻ ഖബറാണ്. ഇറാബ് ശ്രദ്ധിക്കുക. ഇല ലുബനാൻ, ലുബനാനിലേക്ക്. നഖറുൽ ഫിക്റത വനുതർജിമുഹ ഇലൽ ഇൻജിലീസിയ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. സഅലൽ മുഅല്ലിമു അദ്ദാരിസീന, അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചോദിച്ചു. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ഖബ്ല നിഹായത്തിൽ ഹിസ്വത്തി, പീരീഡ് അവസാനിക്കുന്നതിന് മുമ്പ്. ബിഫോർ ദ എൻഡ് ഓഫ് ദ പീരീഡ്. മാദാ തഫ്അലൂന ബഅദൽ ഔദത്തി ഇലാ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? വാട്ട് ഡു യു ഡു, സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞാൽ മതി. വാട്ട് ഡു യു ഡു ആഫ്റ്റർ റിട്ടേണിംഗ് ടു യുവർ ഹോംസ്? ഖാല അനസ്, അനസ് പറഞ്ഞു. അനസ് സെഡ് അഖ്ലഉ സിയ്യൽ മദ്രസിയ്യ, ഐ വിൽ ടേക്ക് ഓഫ് മൈ യൂണിഫോം, സ്കൂൾ യൂണിഫോം, എൻ്റെ സ്കൂൾ യൂണിഫോം ഞാൻ അഴിച്ചു വെക്കും. സുമ്മ അഗ്സിലു യദയ്യ വവജ്ഹി, പിന്നെ ഞാൻ എൻ്റെ കൈയും മുഖവും കഴുകും അല്ലേ. Then I wash my hands and face. വഅതനാവലുൽ ഗിദാഅ മഅ ഉസ്റതി, എന്നിട്ട് കുടുംബത്തോടൊപ്പം ഞാൻ ഭക്ഷണം കഴിക്കും. And I have food with my family. വബഅദ ദാലിക, and after that ഉഹ്ളിറു ദുറൂസി, I attend my classes. വഅഖൂമു ബിവാജിബാതി അൽ മൻസിലിയ, and I will do my ഹോംവർക്ക്. ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അതോടെ 2 യൂണിറ്റ് കഴിഞ്ഞു.